SSLC English examination ഫോക്കസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയിൽ നിന്ന് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, സ്റ്റാൻസ ബേസ്ഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ അർത്ഥവും ആശയവും വിശദീകരിക്കുന്ന വീഡിയോ, അപ്രീസിയേഷൻ വിശദീകരിക്കുന്ന വീഡിയോ, ഇതെല്ലാം ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്കുകൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ വീഡിയോകൾ കണ്ട് കവിത ശരിയാം വിധം മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്കാദ്യം ഈ കവിതയിൽ നിന്നുള്ള ഏതാനും സ്റ്റാൻസ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ് വിശദീകരിക്കാം. Read the lines from Lines Written in Early Spring and answer the questions. കവിതയുടെ ആദ്യ 2 സ്റ്റാൻസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. I heard 1,000 blended notes while in a grove I sate reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Question 1. When did the poet hear 1,000 blended notes? എപ്പോഴാണ് കവി 1,000 blended notes, 1000 വ്യത്യസ്ത ശബ്ദങ്ങൾ കേട്ടത്? Question 2. What does the expression I sate reclined indicate the poet's state of mind? കവിതയിൽ പറയുന്ന ഐ സേറ്റ് റിക്ലൈൻഡ് എന്നുള്ള ആ എക്സ്പ്രഷൻ കവിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? Question 3. What did nature link to her fair works? പ്രകൃതി അവളുടെ ഫെയർ വർക്സിലേക്ക്, നന്മകളിലേക്ക് എന്തിനെയാണ് ബന്ധിപ്പിക്കുന്നത്? Question 4. Pick out an example of alliteration from these lines. ഈ വരികളിൽ നിന്ന് അലിറ്ററേഷൻ എന്നുള്ള പോയറ്റിക് ഡിവൈസിന്റെ ഒരു ഉദാഹരണം കണ്ടെത്തുക. ആൻസേഴ്സ്. ആൻസർ 1. The poet heard 1,000 blended notes when he sat in a grove in a sweet and relaxed mood. Answer 2. The poet was in a sweet, calm and relaxed mood. കവിയുടെ മാനസികാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അദ്ദേഹം വളരെ ശാന്തമായ, വളരെ ആശ്വാസമുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ആൻസർ 3. നേച്ചർ ലിങ്ക്ഡ് ഹ്യൂമൻ സോൾസ് ടു ഹർ ഫെയർ വർക്സ്. പ്രകൃതി അവളുടെ ഫെയർ വർക്സിലേക്ക് ബന്ധിപ്പിച്ചത് ഹ്യൂമൻ സോൾസ്, മനുഷ്യരുടെ ആത്മാവുകളെയാണ്. നമ്പർ 4. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന വരിയിൽ മ സൗണ്ടുകൾ ആവർത്തിച്ചുകൊണ്ട് അലിറ്ററേഷൻ തീർക്കുന്നു. Now, other 2 stanzas. Through primrose tufts in that green bower, the periwinkle trailed its wreaths, and it is my faith that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. Question 1. Where did the periwinkle trail its wreaths? എവിടെയാണ് പെരിവിങ്കിൾ അതിൻ്റെ പുഷ്പചക്രം തീർത്തത്? Question 2. What is the faith of the poet? കവിയുടെ വിശ്വാസം എന്താണ്? Question 3. What did the birds do to express their thrill of pleasure? പക്ഷികൾ അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ എന്താണ് ചെയ്തത്? Question 4. Whose thoughts can't the poet measure? ആരുടെ ചിന്തകളാണ് കവിക്ക് അളക്കാൻ സാധിക്കാത്തത്? Answers. Answer 1. The periwinkle trailed its wreaths in the green bower. അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രീൻ ബവർ, പച്ചപിടിച്ച വള്ളിക്കുടിലാണ് പെരിവിങ്കിൾ അതിൻ്റെ പുഷ്പചക്രം തീർത്തത്. Answer 2. The poet's faith is that every flower enjoys the air it breathes.
ഓരോ പൂവും ശ്വാസമെടുക്കുന്നത് വളരെ ആസ്വദിച്ച് തന്നെയാണ് എന്നതാണ് കവിയുടെ വിശ്വാസം. ആൻസർ 3. The birds hopped and played to express their thrill of pleasure. പക്ഷികൾ അവയുടെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ തുള്ളിച്ചാടുകയും കളിക്കുകയും ചെയ്തു. ആൻസർ 4. The thought of the birds around the poet. കവിക്ക് ചുറ്റുമുണ്ടായിരുന്ന പക്ഷികളുടെ ചിന്തകളാണ് കവിക്ക് അളക്കാൻ സാധിക്കാത്തത്. Now, the last 2 stanzas of the poem. The budding twigs spread out their fan to catch the breezy air, and I must think do all I can that there was pleasure there. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? Question 1. Why did the budding twigs spread out their fan? എന്തുകൊണ്ടായിരുന്നു ഇളം ശിഖരങ്ങൾ അവയുടെ ഇലകൾ വികസിപ്പിച്ച് പിടിച്ചത്? Question 2. What must the poet think which is all he can do? കവിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം ചിന്തിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്താണ് കവി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത്? Question 3. What do you understand from the poem Nature's Holy Plan is? പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്താണെന്നാണ് ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? Question 4. What does the poet think he should lament over? താൻ വിലപിക്കേണ്ടതുണ്ട്. എന്തിനെക്കുറിച്ചാണ് കവി വിലപിക്കേണ്ടത് എന്നാണ് അദ്ദേഹം കരുതുന്നത്? Answers. Answer 1. The budding twigs spread out their fans to catch the breezy air. ഇളം ശിഖരങ്ങൾ അവയുടെ ഇലകൾ വിടർത്തി നിന്നിരുന്നത് ഇളം കാറ്റിനെ പിടിക്കാനായിരുന്നു. Answer 2. The poet must think that there was pleasure in the grove. കവി ഇരിക്കുന്ന പ്രകൃതിയിലെ ആ തോപ്പിൽ, ഗ്രോവിൽ എല്ലായിടത്തും പ്ലഷർ, സന്തോഷമുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത്. Answer 3. Nature's holy plan is that everything in nature should coexist in perfect harmony. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും പരസ്പര സഹകരണത്തോടു കൂടി കോഎക്സിസ്റ്റ്, സഹവസിക്കണമെന്നുള്ളതാണ് Nature's holy plan. Answer 4. The poet thinks he should lament over what man has made of man. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് കവി വിലപിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇനി കവിതാ സ്റ്റാൻസുകളുമായി ബന്ധപ്പെട്ട മറ്റു ചില ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് നമുക്ക് വിശദീകരിക്കാം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. ഈ ആദ്യ സ്റ്റാൻസയിൽ നിന്ന് കവിതയുടെ റൈം സ്കീം നമുക്ക് മനസ്സിലാക്കാം. The first line rhymes with the third line and the second line rhymes with the fourth line. The first question is, what is the rhyme scheme of the poem? So the answer, A, B, A, B. Second question, the expression 1,000 blended notes is an exaggerated expression. What is the figure of speech applied in it? കവിതയുടെ ആദ്യ വരി തന്നെ 1,000 blended notes എന്ന് പറയുന്നുണ്ട്. 1,000 വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ. ഇതൊരു എക്സാജറേറ്റഡ് എക്സ്പ്രഷൻ ആണ്, വർദ്ധിപ്പിച്ച് പറയുന്ന ഒരു രീതി. ഇതിലടങ്ങിയിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദി ആൻസർ, ഹൈപ്പർബലി. ഹൈപ്പർബലി എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റാൻസ. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Question 1. In the line, to her fair works did nature link, the poet speaks of nature as a woman.
ഈ വരിയിൽ പ്രകൃതിയെ ഒരു സ്ത്രീയായി കണ്ടുകൊണ്ടാണ് കവി സംസാരിക്കുന്നത്. വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഡു യു ഐഡന്റിഫൈ ഇൻ റെഫറിംഗ് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആസ് എ പേഴ്സൺ? ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ഒരു മനുഷ്യനോട് ഉപമിച്ചുകൊണ്ട് പരാമർശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആൻസർ: personification. Question 2. What grieved the poet's heart much? കവിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചത് എന്തായിരുന്നു? Answer 2. Man's cruelties against nature and amongst his own kind. പ്രകൃതിക്ക് എതിരെയുള്ള മനുഷ്യന്റെ ക്രൂരതകളും സ്വന്തം വർഗത്തിനിടയിൽ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും ഇതൊക്കെയാണ് കവിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചത്. Another stanza. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. Question 1. Pick out a visual image from the stanza. ഈ സ്റ്റാൻസയിൽ നിന്ന് വിഷ്വൽ ഇമേജിന് ഒരു ഉദാഹരണം കണ്ടെത്തുക. ആൻസർ: ദ ബേർഡ്സ് ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്നുള്ളത് വിഷ്വൽ ഇമേജിന് നല്ലൊരു ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ 2. ഐഡന്റിഫൈ ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. അലിറ്ററേഷന്റെ ഒരു എക്സാമ്പിൾ കണ്ടെത്തുക. ആൻസർ: മോഷൻ വിച്ച് ദ മെയ്ഡ്. ഇവിടെ മ സൗണ്ടുകൾ ആവർത്തിക്കുന്നു. ഇതും അലിറ്ററേഷന്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊരു സ്റ്റാൻസ. Through primrose tufts in that green bower, the periwinkle trailed its wreaths, and it is my faith that every flower enjoys the air it breathes. Question 1. Pick out examples of visual images from the stanza. ഈ സ്റ്റാൻസയിൽ നിന്ന് വിഷ്വൽ ഇമേജുകൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ആൻസർ: primrose tufts, green bower, wreaths of periwinkle. ഇതെല്ലാം തന്നെ വിഷ്വൽ ഇമേജുകൾക്ക് നല്ല ഉദാഹരണങ്ങളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് അപ്ലൈഡ് ഇൻ എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്? ഓരോ പൂവും ആസ്വദിച്ച് തന്നെയാണ് ശ്വാസം എടുക്കുന്നത് എന്നർത്ഥം വരുന്ന ഈ എക്സ്പ്രഷനിൽ അടങ്ങിയിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? ആൻസർ: പേഴ്സോണിഫിക്കേഷൻ. മറ്റൊരു സ്റ്റാൻസ. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? Question 1. The last two lines are in the form of a question. ഈ സ്റ്റാൻസയുടെ അവസാന രണ്ട് വരികൾ ഒരു ചോദ്യ രൂപത്തിലാണ്. What are the two figures of speech in these lines? ഈ രണ്ട് വരികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അവ ഏതൊക്കെയാണ്? കവിതകളിൽ ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻസർ: റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആൻഡ് അലിറ്ററേഷൻ. ഇതാണ് ഈ വരികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന വരിയിൽ മ സൗണ്ടുകൾ ആവർത്തിച്ചുകൊണ്ട് അലിറ്ററേഷൻ തീർക്കുന്നു. ക്വസ്റ്റ്യൻ 2. The poet talks about nature's holy plan. What indication do you get about the theme of the poem from the expression? ഈ സ്റ്റാൻസയിൽ കവി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ പാവനമായ തത്വത്തെക്കുറിച്ച് പറയുന്നു. നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്നുള്ള ആ എക്സ്പ്രഷൻ ഈ കവിതയുടെ ആശയത്തിലേക്ക് സൂചന നൽകുന്നു. എന്താണ് കവിതയുടെ ആശയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സൂചന? ആൻസർ: ഇൻ നേച്ചർ എവറിത്തിങ് ഈസ് ഇൻ പീസ് ആൻഡ് പ്ലഷർ. പ്രകൃതിയിൽ എല്ലാ വസ്തുക്കളും സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. ബട്ട് ഇൻ ദ ഹ്യൂമൻ വേൾഡ് മാൻ ഡിസ്ട്രോയ്സ് നേച്ചർ ആസ് വെൽ ആസ് ഹിസ് ഓൺ കൈൻഡ്. എന്നാൽ മനുഷ്യലോകത്ത് മനുഷ്യൻ പ്രകൃതിയോട് ക്രൂരത കാണിക്കുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം വർഗത്തിലും ക്രൂരതകളും നശീകരണ പ്രവർത്തനങ്ങളും മനുഷ്യൻ നടത്തുന്നു എന്നുള്ളതാണ് ഈ കവിതയുടെ ആശയം. Now, prepare an appreciation note of the poem. കവിതയുടെ ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കുക.
സാധാരണഗതിയിൽ എക്സാമുകളിൽ കവിതയിൽ നിന്ന് ഏതാനും സ്റ്റാൻസുകളോ വരികളോ നൽകിക്കൊണ്ട് ഒരു അപ്രീസിയേഷൻ നോട്ട്സ് തയ്യാറാക്കാൻ ആവശ്യപ്പെടും. കവിതയിലെ പോയറ്റിക് ഡിവൈസസ്, തീം, സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ പോം ഇവയെല്ലാം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കുന്ന വരികളിൽ അല്ലെങ്കിൽ സ്റ്റാൻസുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആശയം, അതിൽ ഉൾപ്പെടുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇതിനെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കവിതയുടെ മൊത്തം ആശയം, കവിതയുടെ സ്റ്റൈൽ, സ്റ്റാൻസ, റൈം സ്കീം ഇതെല്ലാം അപ്രീസിയേഷൻ നോട്ടിൽ ഉൾപ്പെടണം. ഓഥറെക്കുറിച്ചും ക്ലാസ് ഓഫ് പോയം ഏത് തരത്തിൽപ്പെട്ട ഒരു കവിതയാണ് എന്നുള്ളത് പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്രീസിയേഷൻ നോട്ടിൽ ഉൾപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു അപ്രീസിയേഷൻ നോട്ട് തരുന്നത് ഈ കവിതയുടെ മൊത്തത്തിൽ എല്ലാ ഭാഗവും ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ നോട്ടാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റാൻസ അല്ലെങ്കിൽ ഏത് വരികൾ തന്നാലും ഈ അപ്രീസിയേഷൻ നോട്ട് വിദ്യാർത്ഥികൾക്ക് എക്സാമുകളിൽ എഴുതാൻ സാധിക്കും. The poem Lines Written in Early Spring is a poem by the well-known nature poet William Wordsworth. The poem deals with the theme of coexistence, peace and pleasure in nature, and the cruelties in the human world. The poet once sits in a grove, in a relaxed mood, enjoying sights and sounds. He sees the various kinds of plants and flowers coexist. Birds hop and play around him to express their thrill of pleasure. The sights and sounds in nature bring pleasant thoughts into his mind, but when he thinks of human activities, he becomes very sad. He believes every flower enjoys the air it breathes, and the twigs spread their fans to catch breezy air. He thinks that there is pleasure everywhere in nature. The poet says that coexistence is nature's holy plan. But he laments over the cruelties of man against nature and amongst his own kind. The lines, "To her fair works did nature link. Every flower enjoys the air it breathes, and the budding twigs spread out their fan to catch the breezy air," are examples of personification. ഈ കവിതയിലെ പേഴ്സോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണങ്ങളാണ് ഈ വരികളെല്ലാം തന്നെ. There is the figure of speech hyperbole in the expression "a thousand blended knots." കവിതയുടെ ആദ്യ വരിയിൽ തന്നെ ഹൈപ്പർബോലി എന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അടങ്ങുന്നുണ്ട്. ഇൻ ദി എക്സ്പ്രഷൻ "എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്" എന്നുള്ള എക്സാജറേറ്റഡ് എക്സ്പ്രഷനിൽ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. അലിറ്ററേഷന്റെ ഒരു ഉദാഹരണമാണ് ഈ വരി. ദ പോയം എൻഡ്സ് വിത്ത് എ rhetorical question. Have I not the reason to lament what man has made of man? കവിത അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിലാണ്. ആ അവസാന രണ്ട് വരികൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് rhetorical question എന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണമാണ്. An example of the auditory image is there in "I heard 1,000 blended notes." കവിതയുടെ ഓപ്പണിംഗ് ലൈൻ, അതിൽ തന്നെ "I heard 1,000 blended notes" എന്ന് പറയുന്നതിൽ ഓഡിറ്ററി ഇമേജിന് ഒരു ഉദാഹരണമുണ്ട്. The breezy air brings to our mind a tactile image as well. കവിതയിൽ പറയുന്ന ബ്രീസി എയർ, ഇളം കാറ്റ്, നമ്മുടെ സെൻസ് ഓഫ് ടച്ചുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് സൃഷ്ടിക്കുന്നു, അഥവാ ടാക്ടൈൽ ഇമേജ്. സം വിഷ്വൽ ഇമേജസ് ആർ ഫ്ലവേഴ്സ്, ദാറ്റ് ഇസ് primrose, periwinkle, birds, grove, bower, budding twigs, etc. ഇതെല്ലാം തന്നെ ഈ കവിതയിലെ വിഷ്വൽ ഇമേജുകൾക്ക് ഉദാഹരണമാണ്. The rhyme scheme of the poem is A-B-A-B. കവിതയുടെ റൈം സ്കീം A-B-A-B എന്നാണ്. ഇതോടുകൂടി ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയിൽ നിന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ദർ ആൻസേഴ്സ്, അപ്രീസിയേഷൻ ഓഫ് ദ പോയം
ഇതെല്ലാം തന്നെ എക്സാമുകളിൽ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള മോഡലിൽ തന്നെ നാം വിശദീകരിച്ച് പൂർത്തീകരിച്ചു. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.